അമേരിക്കയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വരുത്തുന്ന മാറ്റങ്ങൾ വലിയ ആശങ്കകൾക്കാണ് വഴി തുറക്കുന്നത്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും MIT-യിലും നടന്ന ദൗർഭാഗ്യകരമായ അക്രമ സംഭവങ്ങളെ മുൻനിർത്തി ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി നിർത്തലാക്കിയത് ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ കുടിയേറ്റ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി അഥവാ ഗ്രീൻ കാർഡ് ലോട്ടറി. എന്നാൽ 2025 ഡിസംബറിൽ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും MIT-യിലെ പ്രൊഫസർക്കും നേരെയുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് ഈ പ്രോഗ്രാം താൽക്കാലികമായി നിർത്താൻ ട്രംപ് ഭരണകൂടം എടുത്ത തീരുമാനം കടുത്ത വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അക്രമി ഒരു പോർച്ചുഗീസ് പൗരനാണെന്നും അദ്ദേഹം ലോട്ടറി വിസയിലൂടെയാണ് അമേരിക്കയിൽ എത്തിയതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. 10,000-കണക്കിന് ആളുകളുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്ന ഈ നീക്കം കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാൻ ഭരണകൂടത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. വ്യക്തിപരമായ കുറ്റകൃത്യങ്ങളെ ഒരു പൊതു സംവിധാനത്തിന്റെ പരാജയമായി ചിത്രീകരിക്കുന്നത് അമേരിക്കയുടെ ലിബറൽ ഇമിഗ്രേഷൻ നയങ്ങളുടെ അന്ത്യം കുറിക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. US-ൽ ട്രംപ് ഭരണകൂടം ഗ്രീൻ കാർഡ് ലോട്ടറി എന്നറിയപ്പെടുന്ന ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവെച്ചത് എത്രയോ പേരുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തുന്നതിന് തുല്യമാണ്. പ്രതിവർഷം 50,000 വിദേശികൾക്ക് US-ൽ സ്ഥിരതാമസത്തിന് വഴിയൊരുക്കുന്ന ഗ്രീൻ കാർഡ് ലോട്ടറി നിർത്തിയതോടെ ട്രംപ് അടുത്തതായി ഉന്നമിടുന്നത് ഗ്രീൻ കാർഡിനാണോ എന്ന ചോദ്യവും ശക്തമാണ്. ട്രംപ് ഗ്രീൻ കാർഡ് പ്രോഗ്രാം എന്നേക്കുമായി അവസാനിപ്പിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ കടുംപിടുത്തമാണ് ഉള്ളത്. അതൊക്കെ കൊണ്ട് അമേരിക്ക ഗ്രീൻ കാർഡ് നിർത്തിവെച്ചു എന്ന വാർത്ത കേട്ടാലും ഞെട്ടാനില്ല. ഇതിനെല്ലാം പുറമെ H-1B വിസയ്ക്കും മറ്റു ചില വിസകൾക്കുമെല്ലാം സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. ഇതോടുകൂടി ട്രംപ് കടുപ്പിച്ചും വെറുപ്പിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി ഇതെല്ലാം. അമേരിക്ക ഫസ്റ്റ് എന്ന നയം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്ന പ്രശ്നങ്ങൾ ചില്ലറയായിരിക്കില്ല. ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇമിഗ്രേഷൻ പ്രോഗ്രാമുകൾ നിർത്തിവെക്കുന്ന രീതിയാണ് സർക്കാർ ഇപ്പോൾ പിന്തുടരുന്നത്. അടുത്തിടെ വാഷിംഗ്ടൺ വിസയിൽ നടന്ന വെടിവെപ്പിൽ പ്രതിയായ വ്യക്തി അഫ്ഗാൻ പൗരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുമുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും സർക്കാർ നിർത്തിവെച്ചിരുന്നു. ഈ കേസിൽ പ്രതിയായ പോർച്ചുഗീസ് പൗരൻ ഗ്രീൻ കാർഡ് ലോട്ടറിയിലൂടെയാണ് പൗരത്വം നേടിയത്. ഒരാളുടെ തെറ്റായ പ്രവർത്തികൾ കാരണം ആ വഴിയിലൂടെ വരുന്ന എല്ലാവരെയും കുറ്റക്കാരാക്കുന്നു. വ്യക്തിപരമായ യോഗ്യതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും അവരുടെ കുടിയേറ്റ പ്രക്രിയ തടയാനും ഇത്തരം സംഭവങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനം എപ്പോഴും വ്യക്തിഗത യോഗ്യതകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ഈ ഭരണകൂടം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരാളുടെ തെറ്റ് കാരണം എല്ലാവരെയും വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. ഗ്രീൻ കാർഡ് ലോട്ടറിയും US-ൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന രേഖയാണ്. ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് കാർഡ്. കൂടുതലായും കുടുംബാധിഷ്ഠിത ഗ്രീൻ കാർഡ് ആണ് എല്ലാവരും ആശ്രയിക്കുന്നത്. ഇതിനു പുറമെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡും നിക്ഷേപാധിഷ്ഠിത ഗ്രീൻ കാർഡും ഒക്കെ US ഭരണകൂടം അനുവദിക്കുന്നുണ്ട്. US-ലേക്ക് കുറഞ്ഞ കുടിയേറ്റമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വേണ്ടിയാണ് ഗ്രീൻ കാർഡ് ലോട്ടറി എന്നറിയപ്പെടുന്ന ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം ആരംഭിച്ചത്. ഇത്തരം രാജ്യങ്ങളിലുള്ളവർക്ക് US-ലേക്ക് കുടിയേറി സ്ഥിരതാമസത്തിന് യോഗ്യത നേടാൻ ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. ഓരോ വർഷവും 50,000 പേർക്ക് മാത്രമേ ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാമിലൂടെ US-ൽ സ്ഥിരതാമസം ലഭിക്കൂ. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, UK തുടങ്ങിയ ഉയർന്ന കുടിയേറ്റ നിരക്കുള്ള രാജ്യങ്ങൾക്ക് ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാം ബാധകമല്ല. അമേരിക്കൻ കുടിയേറ്റ നയങ്ങളുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷ എന്ന പേരിൽ ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി നിർത്തലാക്കുന്നത് വഴി അർഹരായ ആയിരക്കണക്കിന് അപേക്ഷകരുടെ സ്വപ്നങ്ങളാണ് ചവിട്ടിയരയ്ക്കപ്പെടുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെയും അധ്വാനശീലരായ മനുഷ്യരെയും സ്വീകരിച്ച് വളർത്തിയ അമേരിക്ക ഇപ്പോൾ ഉൾവലിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി കുടിയേറ്റ വിരുദ്ധ വികാരം ഇളക്കി വിടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും അത് നിയമപരമായ കുടിയേറ്റ മാർഗങ്ങൾ പൂർണ്ണമായും കെട്ടിയടച്ചുകൊണ്ടാകരുത്. മനുഷ്യത്വപരമായ പരിഗണനകളും അന്താരാഷ്ട്ര നിയമങ്ങളും മാനിച്ചുകൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് അതിന്റെ ആഗോള പദവി നിലനിർത്താൻ കഴിയൂവെന്ന് ഈ ട്രംപ് എന്നാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്.